കുടുംബവാഴ്ച മാത്രം കയ്യിലുള്ള ഒരു പാർട്ടി. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അധികാര കസേരയിലിരിക്കുന്ന കോൺഗ്രസ്. ഈ അധികാര കസേര ഇവർക്ക് ലഭിച്ചതുകൊണ്ട് ആ പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷെ നഷ്ടങ്ങളുടെയും നാണക്കേടിന്റെയും കണക്കുകൾ വലുതുമാണ്. പൊതുവെ കഴിവുള്ളവരെ അംഗീകരിക്കാൻ ഈ അധികാരവർഗം ഒട്ടു തയ്യാറായിട്ടുമില്ല. അല്ലേ തന്നെ പല ഗ്രൂപ്പും പല തട്ടയിലും കിടക്കുന്ന ഈ കോൺഗ്രസിന് കഴിവുള്ളതായിട്ട് ആരാണുള്ളത്? ആരും ഇല്ല എന്നങ്ങനെ തീർത്തു പറയാനും പറ്റില്ല. കാരണം തന്റെ നിലപാടുകളെ വ്യക്തമായി വ്യക്തിപരമായി സത്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന, പാർട്ടി പറച്ചു വെക്കുന്ന സത്യങ്ങളെ പോലും ഉള്ളതിനെ ഉള്ളതായിട്ട് അംഗീകരിക്കുന്ന ഒരാളുണ്ട് ആ പാർട്ടി. പേര് ശശി തരൂർ, തിരുവനന്തപുരം MP. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ശശി തരൂർ എന്ന വ്യക്തിയെ പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്, വിദേശ പര്യടനത്തിന് പോകാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ MP-മാരുടെ ലിസ്റ്റിൽ ശശി തരൂർ എന്ന പേരില്ല. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവില്ല. അത്തരത്തെ നോക്കിയാൽ ശശി തരൂരിന് പേരിലെ ആദ്യം വരേണ്ടത്. എന്നാൽ അത് സംഭവിച്ചില്ല. തികച്ചും സ്വാഭാവികം. കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ അമൂൽ ബേബിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. പോരാത്തതിന് പാർട്ടി വിരുദ്ധ നിലപാട് എടുക്കുന്നത് കൊണ്ട് തരൂരിനോട് രാഹുലിന് പേഴ്സണൽ ഗ്രഡ്ജും ഉണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകളെ കണ്ടില്ലെന്ന് വെക്കാൻ കേന്ദ്രത്തിനായില്ല. കോൺഗ്രസ് നിർദ്ദേശിക്കാത്ത തരൂരിന് നിർണായക ചുമതല നൽകിയിരിക്കുകയാണ് കേന്ദ്രം. പാക് ഭീരുത പൊളിറ്റിക്കൽ സർവകക്ഷി സംഘങ്ങളിൽ തരൂരും ഉണ്ട്. തന്റെ പേര് തിരഞ്ഞെടുത്ത നടപടി തരൂർ എന്താണേലും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. അമൂൽ ബേബിക്കും അമ്മയ്ക്കും കിട്ടിയ കരിയറിലെ തന്നെ മികച്ച തിരിച്ചടിയാണിത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.